പലപ്പോഴും മാതാപിതാക്കൾ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനുസരിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ? ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് പറ്റില്ല, ഇപ്പോൾ അതിനുള്ള സമയമില്ല, ഇപ്പോൾ ഒരു മൂഡില്ല, പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വിമുഖത കാണിക്കും. അതിന് കാരണം അവർ പറയുന്നത് കൊണ്ടല്ല. നമുക്കൊരു താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു നിയമം എവിടുന്നോ വരുന്നു അവരുടെ സംസാരത്തിൽ. നീ ഇത് ഇന്ന സമയത്ത് ചെയ്യണം, അത് ചെയ്യരുത്, ഇന്ന കാര്യം എഴുതണം. ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഉള്ള നിലയിൽ ഒരു നിയമം നമ്മുടെ സ്വാതന്ത്ര്യത്തിനു മേൽ വരുന്നത് പോലെയുള്ള ഒരു തോന്നൽ. ആ തോന്നൽ കൊണ്ടാണ് അവർ പറയുന്ന കാര്യത്തെ നമ്മൾ എതിർക്കുന്നത് അല്ലേ? ഇതുപോലൊരു കാര്യം റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹായും പറയുകയാണ്. നിയമം വിശുദ്ധമായത് തന്നെയാണ്, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അറിവ് ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കാൾ പിന്നീട് വരാനുള്ള തിന്മകളെക്കാൾ പരിപൂർണനായ ദൈവം തൻ്റെ അറിവനുസരിച്ച് നൽകിയിരിക്കുന്ന നിയമവും കൽപ്പനയും എപ്പോഴും വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. അതെങ്ങനെയാണ് അങ്ങനെ നല്ലതാകുന്നത്? എങ്ങനെയാണ് വിശുദ്ധമാകുന്നത്? എങ്ങനെയാണ് ന്യായമാകുന്നത്? അത് വിശുദ്ധമാകുന്നത് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. വിശുദ്ധനായ ദൈവം പുറപ്പെടുവിച്ചതെല്ലാം വിശുദ്ധമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ന്യായമാകുന്നത് എപ്പോഴാണ്? ദൈവം നീതിയുള്ളവനായിരിക്കുന്നത് കൊണ്ട് തൻ്റെ നീതിയിലും ന്യായത്തിലുമാണ് അവിടുന്ന് അവയെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾക്കുള്ള വിലയനുസരിച്ച് മറ്റുള്ളവരോട് ആ വില കാണിക്കാൻ ആ കൽപ്പന നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് നല്ലതാണ്. എങ്ങനെയാണ് നല്ലതാകുന്നത്? അതനുസരിക്കുന്നത് വഴി ഒരുവൻ അത് പുറപ്പെടുവിച്ച ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് അവൻ വളർച്ച പ്രാപിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ കൽപ്പന അനുസരിക്കുന്ന നമുക്ക് ഏറ്റവും ഉചിതമായ ദൈവൈക്യം അവയിലൂടെ സാധ്യമാകും. നമ്മുടെ ആഗ്രഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മേൽ പ്രത്യക്ഷത്തിൽ ഒരു കടന്നുകയറ്റം പോലെ തോന്നിയാലും വാസ്തവത്തിൽ അവ നമ്മെ കുറെ കൂടെ പരിപൂർണമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മെ ഒരിക്കലും അത് ഭാരപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ കഠിനമാക്കുകയല്ല ചെയ്യുന്നത്.